ദാ നാഷണൽ മോട്ടോർ സൈക്കിൾ മ്യൂസിയം, അതാണത്. ബർമിംഗ്ഹാമിലുള്ള നാഷണൽ മോട്ടോർ സൈക്കിൾ മ്യൂസിയമാണത്. ബൈക്കിനെ സ്നേഹിക്കണവരുണ്ടെങ്കിൽ ഇത് കാണേണ്ടത് തന്നെയാണ്. ഇനി ലോകത്തിലില്ലാത്ത ബൈക്കുകൾ എന്തൊക്കെയുണ്ടോ നമ്മളൊക്കെ ആദ്യമായിട്ട് കേൾക്കണത് തന്നെ ഇങ്ങനെയൊക്കെ ബൈക്കുകൾ, ഇങ്ങനെ കമ്പനിക്കാരൊക്കെ ബൈക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. കാരണം 1900 മുതൽ 1910, 1902 ആ കാലഘട്ടത്തിലുള്ള ബൈക്കുകളൊക്കെ ഉണ്ട്. നമ്മളൊക്കെ കാളവണ്ടിയും കുതിരവണ്ടിയൊക്കെ ഓടിച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് അവർ ബൈക്കൊക്കെ ഓടിച്ച് ഭംഗിയായിട്ട് നടന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. നോർട്ടൻ്റെയൊക്കെ വണ്ടികളൊക്കെ എന്താ വണ്ടികൾ! ഇതുമാതിരിയുള്ളൊരു മ്യൂസിയം, ഞാൻ അതിശയോക്തി പറയുകയല്ല, ഇതുമാതിരിയുള്ളൊരു മ്യൂസിയം വേറെ എവിടെയെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല, എൻ്റെ അറിവില്ലായ്മയായിരിക്കാം. പക്ഷേ എന്നാലും ശരി, ഞാൻ കണ്ടതിൽ വെച്ച് പറയുകയാണ്, സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വർത്ത് സീയിങ്. ബൈക്കിനെ, ടൂ വീലറിനെയൊക്കെ സ്നേഹിക്കുന്ന, വണ്ടികളെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ വന്ന് കാണേണ്ടത് തന്നെയാണ്. കാരണം എനിക്ക് ബുള്ളറ്റ് ഉണ്ട്, 500cc ബുള്ളറ്റ് ഉണ്ട്. അപ്പോൾ അതുള്ള കാരണം കൊണ്ട് എനിക്ക് ബൈക്ക് വലിയ ഇഷ്ടമാണ്, ടൂ വീലറും ബൈക്കും ഒക്കെ. അപ്പോൾ അത് കാരണം കൊണ്ടാണ്. പക്ഷേ ഞാൻ സേഫായിട്ടേ ഡ്രൈവ് ചെയ്യുള്ളൂ, അതാണ്. അടിച്ചു കൊളുത്തി പറക്കൊന്നുമില്ല, സേഫായിട്ടേ ഡ്രൈവ് ചെയ്യുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് പറയുകയാണ്, വണ്ടികളെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ ഇത് വന്ന് കാണേണ്ടത് തന്നെയാണ്, മിസ് ചെയ്യരുത്. UK വരുമ്പോൾ ബർമിംഗ്ഹാമിൽ വരണം, ഈ ബൈക്ക് മ്യൂസിയം കാണണം. ഓക്കെ, ഇതാണ് ആ മ്യൂസിയം ഞാൻ കാണിച്ചു തരാം. ബർമിംഗ്ഹാമിൽ നിന്ന് ഒരു 20 കിലോമീറ്ററോ മറ്റേ വിട്ടിട്ടാണ്, നാഷണൽ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ്, നല്ലൊരു ഏരിയയിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ നന്നായിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ വ്യൂ ഞാൻ കാണിച്ചു തരാം. 93 നോർട്ടൻ്റെ വണ്ടികൾ. നോർട്ടൻ്റെയാണ് 96, 1908, സോറി 1903, 1903-ത്തെ, 1906-ത്തെ നോർട്ടൺ, 1908, 1920, 1925, നോർട്ടൻ്റെ 29, ഇത് 1929, 1935 നോർട്ടൻ്റെ, 1936, ഇത് 1946, 5. ഞാൻ ഇവിടുന്ന് ഒരു റൗണ്ട് കാണിച്ചു തരാം ജസ്റ്റ്. ഒക്കെ ബൈക്കുകളാണ്. 1906-ലും 15-ലൊക്കെ അവർ ബൈക്കൊക്കെ ഓടിച്ച് നടന്നപ്പോൾ നമ്മൾ കാളവണ്ടി ഓടിച്ച്, കുതിരവണ്ടി ഓടിച്ച് നടന്നു. മാക്സിമം അവർ ബൈക്ക് ഓടിച്ച് നടന്നു. സമ്മതിക്കണം. ഇനി 5ാമത്തെ ഇത് ഹോളാണ്, കഴിഞ്ഞത് ലാസ്റ്റ് ഹോളാണ്. നീറോ 1000cc. നീറോ 1000cc ആണത്. ഇത് 1900 ഒളിമ്പസ് ഉള്ള വണ്ടിയാണ്, അതിൻ്റെ മോഡൽ. ഇത് സൂപ്പർ നീറോ. സെനീത്ത് 12, 1912, വിൻസെൻ്റ് 15, HRV. ഏതാ മോഡലാണ് നോക്കട്ടെ. AJS 1928. ഇത് 29, 48, AJS എന്നുള്ള കമ്പനിക്കാരുടെയാണ്. OurTour.1961 എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ കാണുന്നത് ഒരു ഹൈ സ്പീഡ് ബൈക്കാണ്. ഇതിൻ്റെ വേഗം 300 km/h ആണ് ഇത് ട്രാവൽ ചെയ്യുന്നത്.
ഇതാണത്രേ ലോകത്തിലെ ഏറ്റവും സ്പീഡ് കൂടിയ ബൈക്ക്. ഈ മോട്ടോർ സൈക്കിൾ മ്യൂസിയത്തിൽ 5 ഹാളുകളാണ് ഉള്ളത്. എല്ലാത്തിലും കൂടി കഷ്ടിച്ച് 3000 ബൈക്കുകളോളം അവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. ജെറ്റ് എഞ്ചിനാണ് ഇതിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത് എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ബ്രിമിംഗ്ഹാമിൽ നിന്നും ഏകദേശം ഒരു 25 മുതൽ 30 കിലോമീറ്റർ ദൂരത്താണ് ഈ മോട്ടോർ സൈക്കിൾ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ആരെങ്കിലും UK പോവുകയാണെങ്കിൽ ബ്രിമിംഗ്ഹാമിൽ പോയി ഈ മ്യൂസിയം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ശരിക്കും ഒരു വർത്ത് സീയിങ് ആണത്. ഹൈഡ്രജൻ വെച്ച് ഓടുന്ന ബൈക്കുകളും ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. പാന്തർ, നോർട്ടൺ തുടങ്ങി പലതരം കമ്പനിക്കാരുടെ ബൈക്കുകളാണ് ഇവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. റോയൽ എൻഫീൽഡിൻ്റെ പലതരം ബൈക്കുകൾ കണ്ടു. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് കമ്പനിക്കാർ. ഇതാ നോർട്ടൺ, പാന്തർ, എക്സ്ലിയർ, വെലറ്റി, സുപ്രീം, റോയൽ എൻഫീൽഡ് ഒക്കെയാണ് ഈ കാണുന്നത്. ഏതാണ്? സൺബീം. ഇതും സൺബീം. സ്പ്രിൻറ്റ് 25ത്തെ 20ത്തെ സൺബീം. ഇത് യൂണിറ്റി BSI. ഇത് വാൾസ്കി, സെൽബി, അവോൺ, സ്ലീലി, ബോബ് ഹെൽസ് ക്ലാസിക്, അവോൺ. സ്ലീലി 69. വാൾസ്ലി, നോർട്ടൺ അഗെയിൻ. നോർട്ടൻ്റെ ചാലഞ്ച് NVT അമേരിക്കനാണ്. ഇത് നോർട്ടൺ. സോ 500 cc പ്രട്ടി മാക്സ്. സോ ഏതിലേ പോണ്? ഇതാ ഇങ്ങനെ വെറുതെ ഞാൻ ഓടിച്ചോടിച്ച് പോവുകയാണ്. കണ്ടില്ലേ ബൈക്കുകൾ? ഒന്നുമില്ല, ഇത്രയധികം ബൈക്കുകൾ ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. BSA, ലെവീസ്, OES, ഡോഗ്ലാസ് ഏതൊക്കെ കമ്പനി ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ്. ഫ്രാൻസി ബർത്ത്, ജെയിംസ്, മാറ്റ്ലസ്, ഹാമ്പർ ഇതൊക്കെ കമ്പനികളാണ്. ഞങ്ങളിനിപ്പോൾ തിരിച്ച് പോവുകയാണ്. ഇതിപ്പോൾ എത്ര? ഹാൾ നമ്പർ 3. ഹായ് ഏരിയൽ, പിന്നെ എന്താണ്, ലാത്തർ, ബ്രോഷ് സുപ്പീരിയർ, ഹാറ്റർലി,
പോവട്രി ഈഗിൾ, ഇതൊക്കെ ബൈക്കിൻ്റെ പേരുകളാണ് കേട്ടോ. നമ്മൾ കേട്ടിട്ടില്ല, എപ്പോഴാണ് കേൾക്കണത് തന്നെ ഇങ്ങനെയുള്ള ബൈക്കുകളൊക്കെ ഉണ്ട് തന്നെ. പോവട്രി കണ്ടില്ലേ, ഇതൊക്കെ മിലിറ്ററിക്കാർ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. യെസ്, നടക്കും. HRD, റെക്സ്, ഫ്ലാക്കി, റാലി, LV. ഒക്കെ അങ്ങനെയുള്ള കമ്പനികളാണ് കേട്ടോ. ഈ ബൈക്കിൽ വർക്ക് ചെയ്യുന്ന കമ്പനി ആൾക്കാർക്കൊക്കെ ഒരു ടൂർ വരേണ്ടതാണ്. അവരെയൊക്കെ കൊണ്ട് കാണിച്ചു കൊടുക്കേണ്ടതാണ് ബൈക്ക് ഏതാണെന്ന്. അറ്റ്ലീസ്റ്റ് വെൽക്കം ടു ദ നാഷണൽ മോട്ടോർ സൈക്കിൾ മ്യൂസിയം വേർ ലെജൻഡ്സ് ലവ് ഓൺ. ഇതാണ് മ്യൂസിയം, അതിൻ്റെ ബോർഡ്. സമയക്കുറവ് മൂലം കുറച്ച് മാത്രമേ ഇതിൽ കാണിക്കുവാൻ സാധിച്ചുള്ളൂ. ശരിക്കും ഇനിയും ഒരു ഫുൾ എപ്പിസോഡ് കാണിക്കാനുള്ള അത്രയും ബൈക്കുകൾ ഉണ്ട് അവിടെ. സമയക്കുറവ് മൂലം ഇത്രയേ കാണിക്കാൻ സാധിച്ചുള്ളൂ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. UK പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ബ്രമിംഗ്ഹാമിൽ പോയി ഈ മ്യൂസിയം കാണേണ്ടതാണ്. താങ്ക് യു വെരി മച്ച്. നാഷണൽ ഹൈവേ ആണ് പോകുന്നത്. ആ നാഷണൽ ഹൈവേയുടെ തീരത്തായിട്ട് ഉള്ള ഒരു